السلام عليكم ورحمة الله وبركاته. الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور. وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും കർക്കശമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യരായ നമ്മൾ അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ ശീതളച്ചായയിൽ ജീവിക്കുന്നവരാണ്. ഒരു നിമിഷം അള്ളാഹു അവൻ്റെ അനുഗ്രഹം എടുത്തു കളഞ്ഞാൽ മനുഷ്യ ജീവിതം ഭൂമിയിൽ ദുസ്സഹമാകും. പിന്നെ ജീവിക്കാൻ വലിയ പ്രയാസം. അള്ളാഹു സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു: വൈൻ തഅദ്ദു നിഅമത്തല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ ലാ തുഹ്സൂഹ, അത് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ. ചില അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താൻ, എത്ര മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാത്തവർക്ക് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ചില കാര്യങ്ങൾ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഗ്രഹങ്ങളെ അള്ളാഹു ഉണർത്തിക്കൊണ്ട് ചോദിച്ചു: അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യ, നാം നിനക്ക് ഭൂലോകം കാണാൻ, പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ, നിന്റെ സ്വന്തം ശരീരം കാണാൻ, നിന്റെ മക്കളെ കാണാൻ, നിന്റെ ഭാര്യയെ കാണാൻ, നിന്റെ വീട് കാണാൻ, എല്ലാ കാഴ്ചകൾക്കും അള്ളാഹു നിന്റെ മുമ്പിൽ കനകവിളക്കുകൾ പോലെയുള്ള രണ്ട് കണ്ണുകൾ നാം നിനക്ക് നൽകിയില്ലേ? അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് ഐന് തന്നില്ലേ? വ ലിസാനൻ വ ശഫത്തൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും, ആശയവിനിമയങ്ങൾ ചെയ്യാൻ, സംസാരിക്കാൻ, പൊട്ടനാവാതിരിക്കാൻ അള്ളാഹു നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ. ഇനി അള്ളാഹു എടുത്തുദ്ധരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ഖുത്ബയിൽ പറഞ്ഞു തീർക്കാവതല്ല, നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ കാതും കണ്ണും കരളും ഇതൊക്കെ അള്ളാഹു തന്നതിന് ശേഷം പറഞ്ഞു: ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനു അൻഹു മസ്ഊല. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയോ, കണ്ണും കാതും ലിവറും
കിഡ്നിയും എല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളാണ് ഈ ശരീരത്തിലുള്ള. ഒരു ചെറിയ നിസ്സാരമായ പ്രയാസം അനുഭവിക്കുമ്പോഴേക്കും നമ്മൾ രോഗികളാവും. വളരെ പെട്ടെന്ന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹം ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ ആയുസ്സും അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിക്കാൻ സാധിച്ചാൽ അവർ മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് മരണം പുൽകുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന ദാസന്മാരായി യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുക ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. എന്നാൽ ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന അനുഗ്രഹീതമായ നന്മകൾ ആയുഷ്കാലത്തിൽ ജീവിതത്തിൽ പകർത്താതെ തനിക്ക് തോന്നിയതുപോലെ രാവും പകലും സമയം മുഴുവനും പിശാചിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും സമയം കൊല്ലുകയാണ്. ഈ സമയത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യും. നമ്മളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമല്ല, അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു, നിഅമത്താനി, 2 അനുഗ്രഹങ്ങളുണ്ട്, മഗ്ബൂനുൻ, അവ രണ്ടും മനുഷ്യനെ വഞ്ചിക്കപ്പെടും, ഫീഹ കസീറു മിനന്നാസ്, അതിൽ ധാരാളം ആളുകൾ കുടുങ്ങിപ്പോകും. ഒന്ന് അസ്സിഹത്ത്, ആരോഗ്യം, വൽ ഫറാഗ്, ഒഴിവു സമയവും സമയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ സമയം മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിവു സമയം വരുമ്പോഴേക്കും നമ്മൾ ടൂർ സംഘടിപ്പിക്കുകയാണ്. നമ്മൾ ഖുർആൻ എനിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രാർത്ഥനകൾ പഠിക്കാനുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് ശരിയാക്കണം, അതിനല്ല നമ്മൾ ശ്രദ്ധിക്കുക. ടൂർ പോകലാണ്. സമയം ഒഴിവ് കിട്ടുമ്പോഴേക്കും ഒരു വെക്കേഷൻ സ്കൂളിലോ കോളേജിലോ വരുമ്പോഴേക്കും സൂയിക്കണം. എന്താന്നൊരു സൂയിച്ചത്, അവിടെ പോയിട്ട് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. അങ്ങനെ പോകണ്ടല്ല, പോകുന്നതൊക്കെ സന്തോഷമാണ്, ഇടയ്ക്കൊക്കെ അതും വേണം. എന്നാൽ അതേ കിട്ടുന്ന മുഴുവൻ ഒഴിവ് സമയവും ടൂറിന് പോകുന്ന ആളുകളുണ്ട്, ഇല്ലേ? പ്ലാൻ ചെയ്യാം. കുട്ടികൾ പോലും +1 +2 പഠിക്കുന്ന കുട്ടികൾ പോലും കൂട്ടായ്മ ഉണ്ടാക്കി ടൂറ് പോവുകയാണ്. എന്തിനാ ടൂർ കൊണ്ട്? അവർ രക്ഷിതാക്കളില്ല കൂടെ, അല്ലേ? അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് 2 അനുഗ്രഹങ്ങളുണ്ട്. ആ 2 അനുഗ്രഹങ്ങളും മനുഷ്യനെ പൂർണ്ണമായും വഞ്ചിച്ചു കളയും. അതുകൊണ്ട് വഞ്ചിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ഒഴിവു സമയവും ആരോഗ്യമുള്ളപ്പോൾ അള്ളാഹുവുമായി അടുക്കുക, എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ ആയുഷ്കാലം, നമ്മുടെ യൗവനകാലം എല്ലാം ചോദ്യം ചെയ്യപ്പെടും. റസൂലുള്ള പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു മനുഷ്യന്റെ പാദം പരലോകത്ത് ഹിസാബിന്റെ നാളിൽ ഒരടി മുന്നോട്ട് വെക്കാനോ പിന്നോട്ട് വെക്കാനോ കഴിയാത്തൊരു ദിവസം. ഹത്താ യുസ്അൽ അൻ ഖംസ്, 5 കാര്യങ്ങളെക്കുറിച്ച് റബ്ബ് ആദ്യം ചോദ്യം ചെയ്യും, എന്നിട്ട് അനങ്ങാൻ പറ്റുള്ളൂ. ആ 5 കാര്യങ്ങളിൽ ഒന്ന്, അൻ ഉംരിഹി, തന്ന ആയുർദൈർഘ്യം, എത്ര കൊല്ലം ഇവിടെ ഭൂമിയിൽ ജീവിച്ചു, അതാണ് ചോദ്യം. അതെന്ത് ചെയ്തു? ഫീമാ അഫ്നാഹു, അതെന്തിൽ നശിപ്പിച്ചു? തന്ന ആയുസ് എന്തിൽ നശിപ്പിച്ചു? ചോദ്യമാണ്. എന്തു പറയും? ഇപ്പൊ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അറിയോ, അത്യാവശ്യമൊക്കെ ഇനിയും കാലമുണ്ട് എനിക്ക്, അല്ലേ? ഒരു 25 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ വിചാരിക്കേണ്ട, എന്തായിരുന്നാലും 10-60 വയസ്സാവാൻ എനിക്ക് ഇനി ഒരു 10-15 കൊല്ലം കൂടി കിട്ടും, അപ്പൊ എന്നിട്ട് നന്നാവാം, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അങ്ങനെ വിചാരിക്കുക. പക്ഷെ 25 വയസ്സുകാരനായ ആൾക്ക് 25 ദിവസം പൂർത്തിയായി, ഒരു ദിവസം പൂർത്തിയാക്കാൻ അള്ളാഹു അനുവദിച്ചോളില്ല. ആ ബോധം ചെറുപ്പക്കാരുണ്ടാവണം, എങ്കിലേ തിന്മകളിൽ നിന്ന് വഴിമാറി നന്മയിലേക്ക് കടക്കാൻ കഴിയും, തന്ന ആയുസ്സിനോട് നീതി പുലർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നാളെ ചോദ്യം ചെയ്യപ്പെടും. എന്താ ചോദ്യം? അൻ ഉംരിഹി, തന്ന വയസ്സിനെ കുറിച്ച്, അല്ലേ? അപ്പോഴോ അടുത്ത ചോദ്യം എന്താ? ഫീമ അഫ്നാഹു, അതെന്തിലാണ് നശിപ്പിച്ച്? ആ 10-65 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ട് അതെന്ത് ചെയ്തു? അത് അള്ളാഹുക്ക് ഉത്തരം കൊടുക്കണം. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? നടക്കൂലട്ടോ. അല്ലാണ്ട് ഒരു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പള്ളിയിലേക്ക് പോലും വരാൻ കഴിയാതെ, നിസ്കരിക്കാൻ പോലും കഴിയാതിരുന്നൊരു സഹാബി, ആ മനുഷ്യനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സന്ദർശിച്ചു. അപ്പം അദ്ദേഹം നമസ്കരിക്കാൻ കഴിയുന്നില്ല, പല കാരണങ്ങളുണ്ട് അയാൾക്ക്.
എന്നിട്ട് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. അപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചെവിയിൽ ഒരു ആയത്ത് ഓതി കൊടുത്തു. ആ ആയത്ത് കേട്ടതിന് ശേഷം അദ്ദേഹം പിറ്റത്തെ വക്തിൽ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് പോയി. അങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹിന്റെ പ്രവാചകൻ, ഈ സഹാബി മാസങ്ങളോളമായി നമസ്കരിക്കാനൊന്നും കഴിയാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഒരായത്ത് ഓതി കൊടുത്തു. ആ ആയത്ത് കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് വീട്ടിൻ്റെ അകത്ത് ഇരിക്കാൻ കഴിയാതിരിക്കുകയും അദ്ദേഹം പള്ളിയിലേക്ക് വരികയും ചെയ്താണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഏതായത്താ ഓതി കൊടുത്തു ചോദിച്ചു. അപ്പം അദ്ദേഹം സൂറത്തുൽ മുഅ്മിനൂനിലെ അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിച്ചോ, അന്നമാ ഖലഖ്നാകും, നാം നിങ്ങളെ ഒരുപാട് ആയുസ് തന്ന് ഇവിടെ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന്, അബസൻ, തമാശക്ക് വേണ്ടി വെറുതെ സൃഷ്ടിച്ചാന്ന് വിചാരിച്ചോ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളുടെ ആയുസ് അവസാനിപ്പിച്ച് നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചോ. ഈ ആയത്താണ് അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ തൻ്റെ നശിച്ചുപോയ ആരോഗ്യത്തിന് മുമ്പിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ ഈ മടക്കത്തെക്കുറിച്ച് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞ അർത്ഥം, ആയുസ് നഷ്ടപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാലം മുഴുവനും അള്ളാഹിനോട് കടപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അപ്പം 5 കാര്യങ്ങളാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ എന്താണ്? തന്ന ആയുർദൈർഘ്യം. രണ്ടാമത്തതോ വാൻ ശബാബിഹി, നിനക്കൊരു യൗവനം തന്നിരുന്നു, ആരോഗ്യമുള്ള, അള്ളാഹുവിനോട് അടുക്കാനും അള്ളാഹുവിൻ്റെ മുഖറബായി ജീവിക്കുവാനും തൃപ്തി നേടാനും പറ്റാവുന്ന നല്ല ആരോഗ്യമുള്ള കാലം നിനക്ക് തന്നിരുന്നു. ആ ആരോഗ്യം ഫീമ അബുലാഹു, എന്തിൽ നശിപ്പിച്ചു? ആരോഗ്യം എന്തിൽ നശിപ്പിച്ചു? യൗവനം. നമ്മളിപ്പോൾ യൗവനത്തിലേക്ക് നമുക്ക് സൂഹിക്കാൻ കഴിയുന്നതാണ്ടാ നടക്കുന്നത് അല്ലേ? പ്രായമുള്ളവരോ, ഇനിയിപ്പോൾ എനിക്ക് അള്ളാഹിലേക്ക് അടുക്കാനുള്ള ആരോഗ്യമില്ല. യുവാക്കളോ, യൗവനാണ് ആകെ ഉപയോഗിക്കാനുള്ളത്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ സമയം യൗവനാണ് അല്ലേ? ഒരു 90% യുവാക്കളും ചിന്തിക്കുന്നവനല്ലേ ആണ്. അവര് ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ കിട്ടി എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം അവർക്ക് കിട്ടുമല്ലെന്ന് അല്ലേ? അപ്പം ആദ്യം ചോദ്യം കഴിയട്ടെ. മഹ്ശറയിലെ മൂന്നാമത്തെ ചോദ്യം, വാൻ മാലിഹി, ചില ആളുകൾ ആയുർദൈർഘ്യം മുഴുവനും ആയുസ് മുഴുവനും ഉപയോഗിച്ചത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അതാണ് അടുത്ത ചോദ്യം. വാൻ മാലിഹി, നീ ഉണ്ടാക്കി വന്ന പണം, മിൻ ഐന ഇക്തസബ, അത് എവിടുന്നാണ് സമ്പാദിച്ചത്? എങ്ങനെ സമ്പാദിച്ചു? ഏത് മാർഗത്തിലൂടെ സമ്പാദിച്ചു? ആ മാർഗം മുഴുവനോടെ വിശദീകരിക്കണം. കള്ളക്കളി നടക്കൂല. കാരണം എന്താ? എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന റബ്ബിൻ്റെതാണ് ചോദ്യം. അള്ളാഹുവിന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അറിയായിട്ടല്ല, നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു എന്ന് അറിയായിട്ടല്ല, പക്ഷെ നിങ്ങളെ നാവ് കൊണ്ട് അല്ല പറയിപ്പിക്കുക. എന്നിട്ടോ പണം സമ്പാദിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചതിന് ശേഷം അടുത്ത ചോദ്യം, അതിലൊരു ഉപചോദ്യമുണ്ട്. അതെന്താ? ഫീമ അൻഫഖ, അത് എന്തിൽ ചെലവഴിച്ചു? പണം അല്ല തന്നു, അത് നീ എന്തിൽ ചെലവഴിച്ചു? അതും ചോദ്യം. അപ്പം നമുക്കൊക്കെ പറയാനുണ്ടാകുന്ന ചോദ്യം ഉത്തരം എന്തായിരിക്കും? ഞാൻ സുഖിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അല്ലേ? അവിടെയാണ് നമുക്ക് ആയുസ് ഉപയോഗപ്പെടുത്താതെ നിർഭാഗ്യവന്മാരായി പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് അടുത്ത ചോദ്യം എന്താ അറിയോ? അടുത്തൊരു ചോദ്യം കൊണ്ട് 5 ചോദ്യമാണല്ലോ. അപ്പം 4 കഴിഞ്ഞു അല്ലേ? 5ാമത്തത് അള്ളാഹു ചോദിക്കുന്നു, വ മാതാ അമില ഫീമ അലിമ, അള്ളാഹു നിനക്ക് തന്ന അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു? ആരെ കേടുവരുത്താൻ? ആരെ നശിപ്പിക്കാൻ? ആരെ വഞ്ചിക്കാൻ? അറിവുള്ളവനാണല്ലോ അവിടെ വഞ്ചിക്കുന്നത് അല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആളുകൾ വഞ്ചിക്കുന്ന അങ്ങനെ അറിവുണ്ടായിട്ടല്ലേ? ഉള്ള സകല പരിപാടികളും അറിയുന്ന ആൾക്കാർ നമ്മളെ ബാങ്ക് അക്കൗണ്ട് പോലും അടിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന അല്ലേ ഓല അറിവ് പോലെ അതിനാ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓര് വിചാരിക്കുന്നുണ്ടാ ഒരുപാട് പൈസ മറ്റോൻ്റെ പറ്റിച്ചെടുത്തു. പക്ഷേ ഇതിന് മറുപടി പറഞ്ഞു. ഇവിടുത്തെ വിഷയമാണ്. ഇതിനാണ് നിങ്ങൾ പോകുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാതിലോതിയ ആയത്ത്. എന്തായിരുന്നു ആയത്ത്? അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, കളിച്ച് വിനോദിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് മതോന്മത്തരായി ജീവിക്കാൻ വേണ്ടി ആയുർദൈർഘ്യം നൽകിയതാണെന്ന് നീ വിചാരിച്ചോ? അതാണ് ചോദ്യം.
അന്നക്കും ഇലൈനല്ലാ തുർജഊൻ, ഇതിന് കണക്ക് പറയാൻ നീ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരില്ല എന്ന് വിചാരിച്ചോ? അപ്പം എല്ലാവരും മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആയുർദൈർഘ്യം തന്ന ആയുർദൈർഘ്യം, അള്ളാഹു നൽകിയ സമയം അനാവശ്യമായി നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെന്ന് അലമുറയിട്ട് കരയേണ്ട ഒരു ഗതികേട് വരും. അതും ഖുർആന്റെ സൂറത്ത് ഫാത്തിറിൽ ഞാൻ മുഖവുരയിൽ ഓതി വെച്ച സൂറതാണ്, ആയത്തതാണ്. വല്ലദീന കഫറു ലഹും നാറു ജഹന്നം. സമയം, അള്ളാഹു നൽകിയ സമയം നന്ദിപൂർവ്വം ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് ലഹും നാറു ജഹന്നം, അവർക്ക് അള്ളാഹു മയ്യത്താണ്ട് ചെന്നാ മതി, മടങ്ങി ചെന്നാ മതി, നരകം അള്ളാഹു ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നേരെ നരകത്തിലേക്ക് പോകുക കേട്ടോ. അപ്പൊ എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം, എൻ്റെ ജീവിതം, എൻ്റെ സുഖം അങ്ങനെ പറയരുത്. ഒരു വിശ്വാസിക്ക് അത് പറയാൻ പറ്റില്ല. കാരണം എന്താ? അവൻ്റെ മയ്യത്ത് ഇവിടുന്ന് പോകും, അവൻ ആവശ്യപ്പെടാതെ, അവൻ ആഗ്രഹിക്കാതെ, അവൻ്റെ കുടുംബം ആഗ്രഹിക്കാതെ. കുടുംബം ആഗ്രഹിക്കുന്ന ചില മയ്യത്തുകളുണ്ട്. ആരാ? അർദലുൽ ഉംറയിലേക്ക് അല്ലെ പോയവര്. അർദലുൽ ഉംറ പറഞ്ഞാൽ കിടന്നോട്ട് നിന്ന് പാത്തുക, കിടന്നോട്ട് നിന്ന് രണ്ടും ചെയ്യുക അല്ലെ. എന്നിട്ട് അത് കൈകൊണ്ട് വാരി ചുമരുമലേക്ക് എറിയുന്നൊരു പ്രായം. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കും എന്തിന്? അപ്പൊ ആയുഷ്കാലം അള്ളാഹു തന്നതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലതള്ള എങ്ങനെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അല്ലെ. അവർ കിടന്നു മൂത്തിച്ചും കാട്ടിച്ചും സ്വന്തം കൈകൊണ്ട് വാരി ചുമരിലേക്ക് എറിയുന്നു അല്ലെ. അത് കാണില്ലേ നമ്മള്? ഇതൊക്കെ നമ്മളെ ചെറിയ ഉണ്ണി കണ്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കണ്ടവരാണ്. പക്ഷെ എന്നാലും നമ്മൾ തിരുത്തൂല. ഇനിയുണ്ട് ജീവിതം ഒരുപാട് എന്നല്ല വിചാരം. മഹാനായ അലി അള്ളാഹുവിന് പറഞ്ഞ ഒരു കവിത ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ആയുർദൈർഘ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ചിന്തിക്കാൻ. അലി അള്ളാഹുവിന് പറയാണ്, അലി അള്ളാഹുവിന് ഭയങ്കര ഭാഷാ സാഹിത്യകാരനും നല്ല കവിയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇദാ ആശൽ ഫതാസിത്തീന ആമാ ഫനിസ്ഫുൽ ഉംരി യംഹഖുൽ ലയാലി. ഇദാ ആശൽ ഫത, ഒരു മനുഷ്യൻ ഭൂമിയിൽ ആയുർദൈർഘ്യം കിട്ടി ജീവിച്ചാൽ എത്ര കൊല്ലം? 60 ആമൻ, 60 വയസ്സ് ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചാൽ. ഫനിസ്ഫുൽ ഉംരി, അതിന്റെ പകുതി വയസ്സ് യംഹഖുൽ ലയാലി, അവൻ അറിയാതെ കടന്നുപോകും. എന്താ കാരണം? രാത്രിയിൽ ഉറങ്ങുകയാണ്. 60 വയസ്സിൽ ജീവിച്ച ഒരാള് 30 വയസ്സ് കിടന്നുറങ്ങിയിട്ടുണ്ട്. 24 മണിക്കൂർ പകലും 24 മണിക്കൂർ 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലുമാണല്ലോ. അപ്പോൾ രാത്രി സമയം മുഴുവൻ ഉറങ്ങിയത്, അത് ജീവിച്ചതല്ല, ഉറങ്ങിപ്പോയതാണ്. അപ്പൊ 60 വയസ്സുവരെ ജീവിച്ച ആള് 30 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ 20 വയസ്സൊരു ജീവിച്ച ചെറുപ്പക്കാരനോ 10 വർഷം ഉറങ്ങിയതാ, അതുകൊണ്ട് അറിഞ്ഞില്ല. ഇനിയോ എന്നിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞെന്താ അറിയോ? അതിന്റെ ബാക്കി ഭാഗം അദ്ദേഹം പറയുന്നുണ്ടാ അറിയോ? അറുപതിന്റെ പകുതിന്റെ പകുതി. 60ന്റെ പകുതി എത്ര? 30. അതിന്റെ പകുതിയോ 15. ഓ നിസ്ഫുൻ നിസ്, പകുതിന്റെ പകുതി യദ്ഹബുലൈസ എതിരി, അത് പോകുന്നത് അവൻ അറിയില്ല. എന്താ കാരണം? ബി ഗഫലത്തിഹി, അവന്റെ അശ്രദ്ധയുള്ള ജീവിതമാണ്. യമീനൻ അൻ ശിമാലി, അവൻ തേരാപ്പാര വലുതും ഇടതു ഭാഗത്തേക്ക് തന്നെ പോവുകയ്യ. ഓനക്കൊന്നും ചിന്ത ഉണ്ടാവില്ല. 15 വയസ്സ് വരെ കുടുംബമില്ല, ആരുമില്ല, വെറും കളിക്കുക സൂയിക്കുക. ഇപ്പോഴുള്ള ചെറുപ്പക്കാർ കളിയല്ല, പകരം വാട്സപ്പിൽ അല്ലെ, ഫേസ്ബുക്കില്, ഇൻസ്റ്റഗ്രാമില് അല്ലെ, പിന്നെ അങ്ങനെ പരമാവധി സമയം കൊന്നു തീർക്കുക ഏത് ചെറുപ്പക്കാർ അല്ലെ. അപ്പൊ അതാ പറഞ്ഞത് 15 വയസ്സ് അവൻ അറിയാതെ പോവുകയാണ്. എന്താ കാരണം? ബി ഗഫലത്തിഹി, അവന്റെ ഗഫലത്താ കാരണം, അശ്രദ്ധ. യമീനൻ ഷിമാലി, ഓൻ ഇടതും വലുതും ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും നടക്കുകയ്യ. നമ്മൾ പറയാൻ തേരാപ്പാര നടക്കുകയായിരുന്നു 15 കൊല്ലം അല്ലെ. ഇനിയോ സുലുസുന്നിസ്, പകുതിന്റെ മൂന്നിലൊരു ഭാഗം, 60 വയസ്സിന്റെ പകുതിയുടെ മൂന്നിലൊരു ഭാഗം സുലുസുന്നിസ്. പകുതിന്റെ മൂന്നിലൊരു ഭാഗം എത്രേ? പകുതി എത്രേ? 30. അതിന്റെ മൂന്നിലൊരു ഭാഗം 10 അല്ലെ. ആ 10 വർഷോ ബി സുലുസുന്നിസ് ഫി ആമാലുൻ വഹിർസുൻ വശുഗ്ലുൻ ബിൽ മകാസിബി വൽ ഇയാലി. മഹാനായ അലി അള്ളാഹുവിന്റെ ദീർഘവീക്ഷണം. സുലുസുന്നിസ്, പകുതിയുടെ മൂന്നിലൊരു ഭാഗം ആമാലുൻ, ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെ. ജീവിതത്തിൽ ജനിച്ചു വളർന്നത് മുതൽ ഒരുപാട് ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങി ഇല്ലേ. എന്തൊക്കെ ആഗ്രഹങ്ങൾ നമുക്ക് വന്നത്? കാറ് വാങ്ങണം, എസ്റ്റേറ്റ് വാങ്ങണം അല്ലെ, വീടുണ്ടാക്കണം, കല്യാണം കഴിക്കണം, വലിയ വീട് പോയിട്ട് കല്യാണം കഴിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. 10 വർഷത്തേറ്റ് നടക്കുക. ചിലവർക്ക് 10 അല്ല. ഏതായിരുന്നാലും അലി അള്ളാഹു പറഞ്ഞത് ആമാലുൻ വഹിർസുൻ,
ഒരുപാട് ആഗ്രഹങ്ങളും വ്യാമോഹങ്ങളുമായി കഴിയും 10 കൊല്ലം. പിന്നെ ആ 10 കൊല്ലം തന്നെ വശുഗുലും ബിൽ മക്കാസിബി വൽ ഇയാലി, പണം ഉണ്ടാക്കണം, മക്കാസിബ് ധനമുണ്ടാക്കണം, വൽ ഇയാൽ ദരിദ്ര കുടുംബത്തെ സന്തോഷത്തോടുകൂടി പോറ്റണം. എൻ്റെ അമ്മനും ബാപ്പനും പെങ്ങന്മാരും അഞ്ചനും ഏട്ടനെയൊക്കെ കഴിവില്ലാത്തവരൊക്കെ കഴിവുണ്ടാക്കണം, ഒരിക്കൊക്കെ പുര വാങ്ങി കൊടുക്കണം, ഒരിക്കൊക്കെ പറമ്പ് വാങ്ങി കൊടുക്കണം, ഒരിക്കൊക്കെ സ്ഥലം വാങ്ങിക്കണം. അങ്ങനത്തെ ഒരുപാട് മോഹങ്ങൾ. കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം, ആ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം, അവരെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, അല്ലേ? അങ്ങനെ ആഗ്രഹങ്ങളുമായി കഴിഞ്ഞു പോകുന്നു, അല്ലേ? പിന്നെയോ ബാക്കിലുംറി, അപ്പോഴേക്കും ഇവിടെ വയസ്സത്തായെന്ന് കൂട്ടണം. 30 വയസ്സ് കിടന്നുറങ്ങി, 15 വയസ്സ് അറിയാണ്ടി പോയി, വയസ്സത്തായി 45 അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞ 10 വർഷം ആമാലും വഹിർസും, ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമായി വ്യാമോഹ ലോകത്ത് ജീവിച്ചു. അപ്പോഴോ ഏകദേശം എത്രയായി? മനസ്സിൽ കൂട്ടിയല്ലോ. ഇനി ബാക്കിലും എന്താ പറഞ്ഞത്? ബാക്കിലും ഇനി ബാക്കിയുള്ള വയസ്സ് ഏകദേശം 10-60 വയസ്സായി. 60 വയസ്സ് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തുണ്ടാവും? നരബാധിക്കും, അല്ലേ? അയാൾക്ക് തന്നെ പ്രയാസങ്ങൾ വരാൻ തുടങ്ങും. അയാൾ പരമാവധി യുവാവാകാൻ പല പഠിച്ച പണി മുഴുവൻ നോക്കും, അല്ലേ? ഷെയ്ബുൻ, ഓൻക്ക് നര വന്നു. നര വന്നപ്പോൾ അസ്വസ്ഥനായി, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി, ചിന്താശക്തി കുറഞ്ഞു തുടങ്ങി, ഓർമ്മ കുറവ് വല്ലാതെ വന്നു, സെക്ഷൽ കഴിവുകൾ പരമാവധി കുറയാൻ തുടങ്ങി. അപ്പോഴോ അതവിടെ ബാക്കിലുണ്ടി അസ്കാമുൻ, ഒരുപാട് രോഗങ്ങൾ തന്നെ വേട്ടയാടാൻ തുടങ്ങി. അസ്കാം ഷെയ്ബുൻ, നരയും രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഹമ്മായി, ദുഃഖായി, ഒന്നും ഇല്ല കയ്യിൽ. ഉണ്ടോ? ഈ പറഞ്ഞ പ്രായത്തിൽ എന്താ ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ല. എന്താ? ഹമ്മും ബിർത്തിഹാൽ, ഖബറിലേക്ക് കാൽ ആ ഖബറിൽ നിന്നുള്ള വെളിമാടം, തന്റെ വീടിന്റെ ജനലിലൂടെ മലക്കുൽ മൗത്ത് കടന്നു വരുന്നത് അവൻ ചിന്തിക്കുകയായി. അതാണ് ഹമ്മായി, ഇതിനുള്ള പോകാനുള്ള. കയ്യിലൊന്നുമില്ല. ഹമ്മും ബിർത്തിഹാലിം വൻ തിക്കാലി, അങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാ, ഈ നിലക്ക് വഹുബുൽ മർഇ തൂലൽ ഉംരി ജഹ്ലുൻ, ഒരുപാട് കാലം ഇനിയും ജീവിക്കാനുണ്ട്, എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, ഒരുപാട് പാതയങ്ങൾ നേടാൻ, അള്ളാഹുവിന്റെ വിധിക്കൊത്ത് തൃപ്തിക്കൊത്ത് നേടാൻ സമയം എനിക്ക് ഒരുപാടുണ്ടെന്ന് വിചാരിക്കുന്ന വ്യക്തി ആരാണ്? ഹുബുൽ മർഇ തൂലൽ ഉംരി ജഹ്ലുൻ, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ചിന്ത വിഡ്ഢിത്തമാണ് കേട്ടോ. കിസ്മത്തുഹു അലാ ഹാദൽ മിസാലി, ഇത് നിങ്ങൾക്ക് അലി അള്ളാഹുവിന് ഈ നിങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് നൽകുന്ന ഏറ്റവും മാതൃകാപരമായ വിഭജനമാണ്. ആർക്കും ചിന്തിക്കുക. അങ്ങനല്ലേ ഇപ്പം ഞാൻ നിങ്ങളൊക്കെ 10-60 വയസ്സായി, അതിൻ്റെ ഇടയിൽ നമുക്ക് മക്കളെ നമ്മൾ കെട്ടിച്ചു, അപ്പോഴേക്കും നമ്മൾ നര വന്നു. അങ്ങനെ തന്നെയല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ ജീവിച്ചില്ല, ഉണ്ടോ? അവിടെ ജീവിച്ചിട്ട് 15 കൊല്ലാണ് ജീവിച്ചത് കുട്ടിക്കാലം. അതെപ്പോഴും പറയും. ആ കുട്ടിക്കാലാണെങ്കിലോ കളിച്ചു നടന്നതല്ലാണ്ട് വേറെ ഓർമ്മയൊന്നുമില്ല. കുറെ ഫ്രണ്ട്സിന് ഓർമ്മ ഉണ്ടാവും. അതും അള്ളാഹിലേക്ക് കൊണ്ടുപോകാനൊന്നും കിട്ടിയില്ല, അല്ലെ? എന്തൊരു യുക്തിപരമായ വിഭജനമാണ് ആയുസ്സിന്റെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ, യാതൊന്നും അള്ളാഹിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ മരിച്ചാൽ, ലഹും നാറു ജഹന്നം, അവർക്ക് നരകമാണ്. ലാ യുക്ല അലൈഹിം, അവരല്ലാഹു പെട്ടെന്ന് മരിപ്പിക്കൂല. ഇങ്ങനെ ജീവിക്കണവരെ ഇവിടെ ഇടും. അതിനാ അങ്ങനെ പെട്ടെന്ന് മരിപ്പിച്ചാൽ ഫയമൂത്ത്, അവർക്ക് മരിക്കുക, അല്ലേ? ദുനിയാവിലെ കഷ്ടപ്പാട് ഒഴിഞ്ഞു. അത് പോരാ, ഓന് ഇവിടെയും കൊടുക്കണം. അതല്ല കൊടുക്കും. അള്ളാഹു കൊടുത്ത ആയുസ് മുഴുവനും പിശാചിന്റെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിച്ച മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കും. അതാണ് അള്ളാഹ് പറയുന്നത്. എന്നിട്ടോ വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, എന്നാൽ ഇവിടുന്ന് കൊടുത്താൽ പരലോകത്ത് ശിക്ഷ കുറയോ? ഇല്ല, അതും ലഘൂകരിക്കൂല. ഖദാലിക നജ്സി കുല്ല കഫൂർ, എല്ലാ തെമ്മാടികൾക്കും നന്ദി കെട്ടവർക്കും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ ഇതാണ്. ഇത് പറഞ്ഞിട്ടല്ല പറഞ്ഞ നീ കേട്ടോളിയാണ്. ഈ ആയത്തിന്റെ ഞാൻ ഓതി വെച്ച ആയത്ത് പൂർത്തീകരിക്കാം. വഹും യസ്തരിഖൂന ഫീഹ, അവർ നരകത്തിൽ ഇത്തരം ആളുകൾ കയറിയാൽ യസ്തരിഖൂൻ, അലമുറയിട്ട് കരയും. നരകത്തിൽ നിന്ന് കൂട്ട നിലവിളി കേൾക്കാം. അതാണ് വഹും യസ്തരിഖൂൻ, ഭയങ്കര അലമുറയിട്ട കരച്ചിൽ കേട്ടോ.
എന്താ ഒരു കരുതി പറയുന്നത്? സാധാരണ കരീനോല് രക്ഷപ്പെടാൻ വേണ്ടി പലതും പറയില്ലേ, അതേമാതിരി ഇവരും പറയും. എന്താ പറഞ്ഞത്? റബ്ബന അഖ്രിജ്ന, പടച്ചോനെ ഈ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കണേ. നഅമൽ സാലിഹൻ, പടച്ചോനെ നിന്റെ തൃപ്തിക്കൊത്ത് പ്രവർത്തിക്കാൻ. വേറൊന്നും വേണ്ട, സമ്പത്ത് വേണ്ട, മുതൽ വേണ്ട, വീടുണ്ടാക്കണ്ട, കല്യാണം കഴിപ്പിക്കണ്ട, മക്കളെ കല്യാണം കഴിപ്പിക്കാൻ, മോലെ പഠിപ്പിക്കണ്ട, എഞ്ചിനീയർ ആക്കണ്ട, ഡോക്ടർ ആക്കണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്തിനാ? എന്താ കാരണം? തന്ന ആയുസ് വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല അല്ലേ? നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ബുദ്ധിപരമായി? ഇല്ല. നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ആയുസ്സൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ നെടും ഖേദമുണ്ട്. ഒരുവിധ ആളുകൾ 10-65 വയസ്സായ ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇപ്പം എന്താ ഞാൻ ജീവിച്ചു, ഇവിടെ എന്താ ഇപ്പം കാട്ടിയേ അല്ലേ? കടന്നുപോയി നാളുകൾ മുഴുവൻ. അതിനിടയിലോ ആരോഗ്യമാണെങ്കിൽ നമ്മളോട് യാത്രയും പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ ദുഃഖിതരാ. എന്താ കാരണം? ഇന്നോ നാളെ പോകണം, എപ്പോഴാണ് ബെല്ലടിക്കുക എന്നറിയില്ല, എഴുതിയ പേപ്പർ വെച്ച് പോകണം അല്ലേ? വല്ലാത്തൊരവസ്ഥയിലുള്ളത് മനുഷ്യന്മാരെ ഗതികേട്. പക്ഷെ വിശ്വാസികൾ അങ്ങനെ കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ അവർ പറഞ്ഞെന്താ? പടച്ചോനെ അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ കളിച്ച കളിക്കല്ല അല്ലാഹ് ചോദിക്കുന്നു. നമ്മൾ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് ഇവിടെ. ആ കളി കളിക്കാനല്ല പടച്ചോനെ കുറച്ച് സമയം ചോദിച്ചു. ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്താക്കി തന്നാൽ ഫേസ്ബുക്കിൽ നമ്മൾ ഉണ്ടാവില്ല, നമ്മൾ യൂട്യൂബിൽ ഉണ്ടാവില്ല, നമ്മൾ തമ്മാടിത്തങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ രാവിലെ എണീക്കും തന്നെ മൊബൈൽ നോക്കാനാ, കിടന്നുറങ്ങുന്നത് വരെ മൊബൈൽ മേല സമയം മുഴുവൻ. നേരെ മറിച്ച് ആയത്തുൽ കുർസി ഓതിയോ? ഇല്ല. സൂറത്തുൽ മുഅവ്വിദാത്തുകൾ കേൾക്കാൻ നേരത്തെ ഓതിയോ? ഇല്ല. അതൊന്നും നമ്മൾ പ്രശ്നമല്ല. നമ്മളെ വയസ്സങ്ങനെ കൂടുക, നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ട് നിൽക്കുക, ഒന്നും നമ്മൾ ചെയ്യാറില്ല. മുഅവ്വിദാത്തുകളെങ്കിലും ഓതിയിട്ട് സ്വന്തം ശരീരത്തിൽ ഊതണ്ടേ? ചെയ്തില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ സ്നേഹിക്കുമ്പോഴല്ല അതുണ്ടാകുക, അതൊന്നുമില്ല. അപ്പൊ അത്തരം ആളുകൾ അവരുടെ ജീവിതമാണ് ഇനി പറയാൻ പോകുന്നത്. എന്താ? അപ്പൊ ഇവർ കരഞ്ഞ് നിലവിളിക്കും, അലമുറയിട്ട് കരഞ്ഞിട്ട് നരകത്തുനിന്ന് അള്ളാഹിനോട് അപേക്ഷിക്കുമ്പോൾ അള്ളാന്റെ ഒരു മറുപടി ഉണ്ട്, അതുകൂടി കേട്ടോളി. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന പ്രായം നൽകിയിട്ടല്ലേ ഞാൻ അന്നങ്ങോട്ട് കൊണ്ടുവന്നത്? ഉണ്ടാ 10-65 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ അന്നങ്ങോട്ട് കൊടുത്തത്? അവലം നുഅമ്മിറുക്കും, നാം നിനക്ക് ആയുസ് നൽകിയില്ലേ? അള്ളാന്റെ ചോദ്യം. അപ്പൊ ആയുസിന്റെ ചോദ്യമുണ്ട്. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാവുന്നവർക്ക് ചിന്തിക്കാവുന്ന പ്രായം നൽകിയിട്ടുണ്ട് ഇല്ലേ? എന്നിട്ടോ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞതാ വജാഅകുമുൻ നദീർ, ഇനി ചിന്തിക്കാൻ നിനക്ക് ചില താക്കീതുകാരെയും നൽകി. എന്താ താക്കീത്? നമുക്ക് നൽകുന്ന നര അത് അള്ളാഹുവിന്റെ താക്കീതാണ്. രണ്ടാമത്തെ താക്കീത് ആണെന്ത്? രോഗങ്ങൾ. 10-65 വയസ്സാകുമ്പോഴേക്കും ഒരു രോഗവും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരും ഇല്ലേ? ഇതൊക്കെ നമുക്ക് താക്കീതുകളാണ്. ജാഅകുമുൻ നദീർ, നിനക്ക് നാം താക്കീതുകാരയച്ചു, എന്നിട്ടും നീ നന്നായില്ല. എത്രയോ ഭാരമേറിയ രോഗം പേറുന്നവർ അല്ലേ? എന്നിട്ടും ആ രോഗത്തിലും കിടന്ന് ടിവിയും മൊബൈലും യൂട്യൂബും കളിച്ച് കിടക്കുകയിനി. മാരകമായ രോഗത്തിൽ കിടക്കുന്നവർ ഹോസ്പിറ്റലിൽ പോലും ഇപ്പം ആളുകൾ അതാ ചെയ്യുന്നത്. വെറുതെ കുത്തിരിക്കേണ്ട, കൺട്രോൾ ടി വി കൺട്രോളിന്. ഏത് എവിടെ ചെന്നാലും അത്രയും ഭൗതികതയിൽ ഊളിയിട്ടിറങ്ങിയ ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് വിശ്വാസികൾ എന്ന് പറയുന്ന നാമും ജീവിക്കുന്നത്. പെട്ടെന്ന് പിശാച് നമ്മളെ പിടിച്ചു വലിക്കും, ഒരു നിലക്കും തിരിച്ചു കിട്ടൂല, പ്രയാസമാണ്. പോയ നാളുകൾ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ഇന്നലെ ഇന്ന് കിട്ടുമോ? ഇല്ല. ഇന്നത്തെ ദിവസം നാളെ കിട്ടുമോ? കിട്ടൂല, ഒക്കെ പോയി നശിച്ചു പോവുക. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ നശിച്ചു പോകുന്നത് നമുക്ക് ആഹാരം ഉണ്ടാവില്ല, നമുക്ക് ദുനിയാവ് ഉണ്ടാവണം. എന്നിട്ട് ദുനിയാവ് വീട്ടിൽ പോയാലോ ഇതൊക്കെ ഉണ്ടാക്കി, മണിമേടകൾ ഉണ്ടാക്കി, സൗകര്യങ്ങൾ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി, എന്നിട്ട് ഓൻ എന്ത് കൊണ്ടുപോയി? നിങ്ങൾ കാണില്ലേ? എത്ര കച്ചവടക്കാരന്നും പോയിട്ടുണ്ട് അല്ലേ? SMCയിലൊരു വലിയ കച്ചവടക്കാരന് ഞാൻ പോയ അയാൾക്ക് അള്ളാഹു ഖബറിൽ സമാധാനം നൽകുമാറാകട്ടെ, അത് വേറെ വിഷയം. പക്ഷെ അയാളും എന്നെപ്പോലെ നിങ്ങളെപ്പോലെ എന്ത് കളിക്കുക? ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചല്ല. അയാൾക്ക് ഷോപ്പുകൾ വേണം. SMCയിൽ ഒരു ഷോപ്പ് വാങ്ങിയാൽ അടുത്ത ഷോപ്പിലേക്കാണ് നോക്കുക, അതെങ്ങനെയും കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന്, അതെങ്ങനെയും പിടിച്ചെടുക്കണം. തൊട്ടടുത്തുള്ള പീടിയ, ഒരു പീടിയ പോരാ, മൂപ്പർക്ക് രണ്ടാമത്തെ പീടിയാണ്. അത് വാങ്ങിയാലോ ഒരു ഫ്ലാറ്റ് വേണം. എന്തിനാ? വാടക കൊടുക്കാൻ. എന്നിട്ട് വേണം 65 വയസ്സായാൽ സൂക്ഷിച്ച് ജീവിക്കാൻ. അപ്പോഴാണ് അതിനേക്കാൾ വലിയ മാരകമായ രോഗാണ്ട് കൊടുത്ത്, പിന്നെ കാല് മുറിച്ച് നീക്കി. കേൾക്കുന്നില്ല ഞങ്ങള്? അപ്പോഴാണ് പള്ളി, ഖത്തീബ്, മൗലവി, ദുആ
ഖുർആൻ ഹദീസ് ഇതൊക്കെ അപ്പളാ വരിക. അതുവരെ ആർക്കും അള്ളയോ ദിക്റുകളോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? വല്ലാത്തൊരവസ്ഥ, ഖേദകരമെന്നല്ലാണ്ട് എന്ത് പറയാനാ? മനുഷ്യന്റെ ജീവിതം അത്ര പ്രയാസമാണ്. അപ്പൊ അള്ളാഹു പറയുന്നുണ്ടാണ്, പിന്നെ അതുകൊണ്ട് നിന്റെ ഈ നിലവിളിയോ നിലവിളിയോ നിന്റെ അപേക്ഷയോ ഒന്നും ഇവിടെ സ്വീകരിക്കൂല. ഫദൂഖു, നരകത്തിന്റെ അഗ്നി ജ്വാലകളിൽ നീ ആസ്വദിച്ചോ. അള്ളാന്റെ മറുപടി. ആയുസ് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാതെ, വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താണ്ട മരിച്ച ആളുകളോട് അല്ല പറയുന്നുണ്ടാ, ഫദൂഖു, ആസ്വദിച്ചോളൂ. അതുകൊണ്ട് കേട്ടോ, ഫമാലിൻ ളാലിമീന മിൻ നസീർ. ഇങ്ങനെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആരോഗ്യവും ആയുസ്സും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തവർ ആസ്വദിച്ചോളൂ. ഫമാലിൻ ളാലിമീൻ, അല്ല വിളിച്ച വാക്കതാണ്. അക്രമികൾക്ക് ഒരു സഹായവും ഉണ്ടാവില്ല. ഒരു സഹായിയെയും അള്ളാഹു നൽകൂല. ഒരു രക്ഷകൻ ഇവിടെ വരില്ല. അവിടെ മാലിക്കുൽ മുൽക്ക് അള്ളാഹുവാണ്. ഇവിടൊക്കെ കേസിലും പരിപാടിയിലൊക്കെ കുടുങ്ങിയ പാർട്ടിക്കാരും സംഘടനക്കാരും ഒക്കെ വരും അല്ലേ? അവിടെ ഒന്നും നടക്കൂല. അങ്ങോട്ടോട്ടൊക്കെ പോകാനുള്ളത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഏതായിരുന്നാലും ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. ആയുസ് പരമാവധി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചിന്തിക്കാം, പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ റബ്ബിന് കൊടുക്കാനുള്ള പാതയം എന്തുണ്ട് എന്ന്. കാറും വീടും പത്രാസും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും അള്ളാഹ്ക്ക് എതിർപ്പില്ല. അതൊക്കെ ഉണ്ടായിക്കോളാൻ തന്നെ അല്ല പറഞ്ഞത്. അതൊക്കെ വേണം, എല്ലാം വേണം. പക്ഷെ അള്ളാനെ മറന്നാകരുത്. അള്ളാനെ മറന്നുകൊണ്ടുള്ള കാറും പത്രാസും വേണ്ട. കാരണം എന്താ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ മുതലുകൾ മരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആർക്ക് വിട്ടുകൊടുത്താ പോവുക? നിങ്ങളെ കുടുംബത്തിന്, ബന്ധുക്കൾക്ക്, മക്കൾക്ക് അല്ലേ? മക്കൾക്കത് കിട്ടിയാലോ? മക്കൾക്കതൊക്കെ കിട്ടിയാൽ ആ സമ്പത്ത്, നിങ്ങൾ നയിച്ചുണ്ടാക്കിയ സമ്പത്ത് നിങ്ങളെ മക്കളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഖബറിൽ പോലും കെടുക്കാൻ സൗകര്യം ഉണ്ടാവില്ല. എന്താ കാരണം ആ പണം കൊണ്ട് അവർ മദ്യപിക്കും, ആ പണം കൊണ്ട് അവർ വ്യഭിചരിക്കും. ആ പണമാണ് ഓനെ നശിപ്പിച്ചത്. അപ്പം നിങ്ങൾക്ക് ഖബറിലും കെടുക്കാൻ സൗകര്യം ഉണ്ടാവില്ല. ഒരു സമാധാനമായിട്ട് ഖബറിലും കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. അതുകൊണ്ട് കിട്ടിയ ആയുസ് അള്ളാഹു ഇഷ്ടപ്പെടും വിധം ജീവിക്കുക. നല്ല സംഗതി കേട്ടോ ഈ ദീർഘായുസ്. ഭയങ്കര സന്തോഷമാണ്. നബിയോടൊരു അറാബി വന്നിട്ട് പറഞ്ഞു, അറാബിയുൻ ഇലാ റസൂലുള്ളാഹ്, അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തൊരു അറാബി വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ നബിയെ? അറാബിന്റെ ചോദ്യമാണ്. ഫഖാല, നബി പറഞ്ഞു, തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ലിമൻ താല ഉംറുഹു, ഭൂമിയിൽ ദീർഘായുസോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞവൻ നല്ല മനുഷ്യനാണ്. എന്നാലോ അതിനോടനുബന്ധം വഹസുന അമലുഹു, അവന്റെ പ്രവർത്തനം നന്നാക്കുകയും ചെയ്താൽ. ദീർഘായുസ് കിട്ടി, ആ ദീർഘായുസിൽ മുഴുവനും പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്താൽ അവനാണ് മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യൻ. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം, ഒരു ചോദ്യം കൂടി ചോദിച്ചു അദ്ദേഹം അറാബി. കാല അയ്യുന്നാസി ഷർ, ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ, നികൃഷ്ടനാരാ നബിയെ? ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആള്. നല്ലോലപ്പം കേട്ടല്ലോ. ഏറ്റവും മോശപ്പെട്ട ആളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വസാഅ അമലുഹു. മൻ താല ഉംറുഹു, ദീർഘായുസ് അല്ലാഹു കൊടുത്തു, എന്നിട്ടോ ആ ദീർഘായുസ് മുഴുവനും സാ അമലുഹു, അവന്റെ പ്രവർത്തനം നികൃഷ്ടമായി, വളരെ മോശമായി. നല്ല ചിന്തകളൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ എത്ര വയസ്സന്മാരുണ്ട് അറിയുന്നത്? നന്നാവുകയില്ല. മക്കൾ തന്നെ പറയാറുണ്ട്, ഈ ബാപ്പ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അയാൾ നന്നായിട്ട് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, പറയില്ലേ? എത്ര ആൾക്കാർ പറയാറുണ്ട്, നമ്മളെ ഉമ്മ നന്നാവും തോന്നുന്നില്ല. ഉമ്മ വയസ്സ് കൂടുന്തോറും പ്രായം കുറയാനുള്ള പണിയിലാണ്. ചുരിദാർ വാങ്ങലും 65 വയസ്സായ ദിവസം ചുരിദാർ വാങ്ങിയത്. അപ്പം നമ്മളെന്താ പറയുക, നമ്മളെ ഉമ്മ ഇപ്പം 10 വയസ്സ് കുറഞ്ഞു. അത് അള്ളാൻ്റെ അടുത്ത് കുറഞ്ഞില്ല, നിങ്ങളെ കണ്ണില്ല. നിങ്ങളിപ്പം എങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ 20 വയസ്സ് കുറഞ്ഞു. അപ്പം നിങ്ങളെന്ത് ചെയ്യും? താടി വെച്ചപ്പോൾ ഓൻ തന്നെ പറഞ്ഞു, എന്ത് ഇപ്പം 20 വയസ്സ് കൂടി. അപ്പം എന്ത് ചെയ്തു? അതാണ്ട് പഠിച്ചു. ഭാര്യ പറഞ്ഞപ്പോൾ അതും പഠിച്ചു. എന്നിട്ട് പഠിച്ചിട്ട് വല്ല ലാഭം കിട്ടിയോ? അതുമില്ല. എന്നാൽ ഈ ഞാൻ പറഞ്ഞ മുതലൊക്കെ ആയുഷം ഉണ്ടാക്കിയോണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പോകുമ്പോൾ എന്തുണ്ടാവുള്ളൂ നിങ്ങളെ കൂടെ? വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർകത്തിൻ വമാ അമറു മിൻ മൻസിലിൻ ലല്ല ഖാലിയാ. മനോഹരമായി ശീതീകരിച്ച
നിങ്ങളുടെ മനോഹരമായ വീട്ടിൽ നിന്ന് നിന്റെ മയ്യത്ത് പുറത്തിറങ്ങുമ്പോൾ വലം യഹ്റുജു, അവൻ കൊണ്ടുപോകില്ല. ഇല്ലാ ബി കുത്തിനിൻ, സുജൂദിന്റെ അവയവങ്ങളിൽ വെച്ച പഞ്ഞിയും, ഇല്ലാ ബി ഖിർഖത്തിൻ, ഒരു 3 തുണിയും. ഇതല്ലാണ്ട് അവനക്കില്ല. എപ്പോ? ഓന്റെ മനോഹരമായ കൊട്ടാരത്തിൽ നിന്ന് അവന്റെ മയ്യത്ത് പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ ഒന്നുമില്ല. നമ്മൾ പോയപ്പോഴോ ഉണ്ടാക്കിയ മധുരങ്ങൾ കൊണ്ട് മക്കൾ ഇവിടെ തോന്നിയാസം കളിക്കുമ്പം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത മുതലാ കഷ്ടപ്പെട്ടിട്ട് അനന്തര സ്വത്ത് വാങ്ങിയ മക്കൾ സ്വാഭാവികമായും അവർക്ക് വിയർപ്പിന്റെ ഗന്ധറിയാതെ കിട്ടിയ മുതലാ ആ കിട്ടിയ അന്ന് തന്നെ ഭാര്യയും കൂട്ടിയിട്ട് ലണ്ടനിലേക്ക് പോകും ഒരു ടൂറ്. ഞാൻ എന്നിട്ട് ഓല എന്താ പറയാ അറിയോ, ഖുർആനിലുണ്ട് ഇങ്ങനെ പോണെന്ന്. എങ്ങനെ? അതെന്താ? സീറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ഖുർആനിലുണ്ട്. അതെന്തിനാ? അത് ഭൂമിയിൽ സഞ്ചരിക്കാൻ പറഞ്ഞില്ല അറിയോ? ഭൂമിയിലൂടെ അങ്ങനെ യാത്ര പോകാനല്ല, നിങ്ങളെ തലച്ചോറാ സഞ്ചരിക്കേണ്ടത്. എന്തുകൊണ്ട് വേണം? മുൻഗാമികളായ ആളുകൾക്ക് വന്ന അപകടങ്ങളും അതിന്റെ കാരണങ്ങളും അള്ളാന്റെ ശിക്ഷകളും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ. ഇപ്പൊ നമുക്കിപ്പോ നമ്മളെ മുമ്പിൽ എന്തുണ്ട്? ഒരു വയനാട് അപകടം അല്ലെ, ദുരന്തം. ആ ദുരന്തത്തിൽ നമ്മൾ പാഠം പഠിച്ചോ? ഇല്ല. നമ്മൾ ഏത് അള്ളാന്റെ പാഠം പഠിപ്പിക്കില്ല, പാഠം പഠിച്ചോ? ഒന്നിനും പഠിച്ചില്ല. കോവിഡ് വന്നു, പീടികൾ അടച്ചു അല്ലെ, പള്ളിയിൽ പോലും ആളില്ലാണ്ടായി, ജുമാ പോലും നിർത്തിവെച്ചു അല്ലെ. അല്ലാണ്ട് ഒരു ചെറിയ വൈറസ് ഇങ്ങോട്ട് അയച്ചപ്പോഴേക്കും. എന്നിട്ടോ ഇപ്പോഴോ കല്യാണമൊക്കെ 5 ആള്, 2 ആള് പൊരന്റെ കൊലായില്. ഇപ്പോഴോ ഇപ്പൊ അങ്ങനായി. ഇപ്പൊ കുഴിമന്തില്ലാണ്ട് അവനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതാണ് മനുഷ്യൻ. പെട്ടെന്ന് മറന്നുപോകും. അള്ളാഹു എത്ര പരീക്ഷിച്ചാലും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ. എന്നിട്ടോ അതൊക്കെ ചെയ്യാൻ ഈ വയസ്സനും നാളെ എന്നോ പോകാൻ വേണ്ടി എന്നെപ്പോലായ ആൾക്കാർ ഓരും. കല്യാണം ആകെ 3 ആളേ ഉള്ളൂ നമ്മളോടെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടത്തണം ഉണ്ടോ? അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു. ആയുസ് അങ്ങനെ പോകുന്നു. സൂക്ഷിക്കുക. അള്ളാഹിന്റെ മുമ്പിൽ മറുപടി പറയാനുള്ള ആയുസിനെ കുറിച്ചും യൗവനത്തെക്കുറിച്ചും മനോഹരമായി മറുപടി പറഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ചെറുതും വലുതുമായ നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അർഹമുറാഹിമിനായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ പകലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. എൻ്റെ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ മുഖമെല്ലാം വാടിയതായി ഞാൻ കാണുന്നുണ്ട്. സന്തോഷം മുഴുവനും പോയിട്ടുണ്ട്. പക്ഷെ അത് നിലനിർത്തിയാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെടും. ഇപ്പം നിങ്ങളുടെ മുഖത്തുള്ള ഞാൻ വായിക്കുന്നത് കഴിഞ്ഞുപോയ ഇന്നലകളെല്ലാം വേണ്ടത്ര ഉപയോഗിച്ചില്ലല്ലോ, ആയുസ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം നിങ്ങളുടെ മുഖത്തുണ്ട്. ഒരു കൊല്ലം അധികം ജീവിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം മഹത്തായതാണ്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു 3 തൻ്റെ കൂട്ടുകാർ അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകി, അങ്ങനെ മരണപ്പെട്ടു. അതിൽ 1-ാമത്തെ ആൾ അള്ളാഹുവിന് വേണ്ടി ഷഹീദായി. 1 വർഷം കഴിഞ്ഞപ്പോൾ 2-ാമത്തെ ആളും ഷഹീദായി. അടുത്ത വർഷം തൻ്റെ മറ്റൊരു കൂട്ടുകാരൻ സാധാരണഗതിയിൽ വഫാത്തായി. 2 ആൾ ഷഹീദായി, 1 ആൾ വഫാത്തായി. ഈ രംഗം കണ്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് സഹാബികളെ പേര് കേൾക്കുമ്പോൾ ആരാന്നൊന്നും അറിഞ്ഞോളുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട സഹാബികളിൽ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ സമ്പത്ത് മദീനത്തെ പള്ളിക്ക് നേരെ മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ കാരക്കത്തോട്ടം അന്നത്തെ കാലത്ത് ഇസ്ലാമിന് കൊടുത്ത ആളാണ്. അത്രയും അള്ളാഹിനെ പിരിച്ചപ്പെട്ട ആളാണ്. അത്രയും മനോഹരമായ കാരക്കത്തോട്ടം മദീനത്തെ പള്ളിയിൻ്റെ മുമ്പ് തന്നെ ഉള്ള കേട്ടോ, ഭയങ്കരമായ ഫലം കായ്ക്കുന്ന കാരക്കത്തോട്ടം. അദ്ദേഹം ഈ 3 ആളുകളെക്കുറിച്ച് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്ന് വെച്ചാൽ,
ആദ്യം ഷഹീദായ ആള് സ്വർഗത്തിൽ മൂന്നാമതായിട്ടാണ് എത്തിയത്. രണ്ടാമത് ഷഹീദായ ആള് രണ്ടാം നിരയിൽ, മൂന്നാമത് സാധാരണഗതിയിൽ വഫാത്തായ ആളാണ് സ്വർഗത്തിൽ മുൻഗണന. ഇതാണ് കണ്ടത്. വല്ലാതെ അസ്വസ്ഥനായിപ്പോയി. ഷഹീദായ ആൾക്ക് പോലും കിട്ടാത്ത മുൻഗണന സാധാരണഗതിയിൽ മരണം പ്രാപിച്ച സഹാബിക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ അബൂ തൽഹക്ക് ഭയങ്കര പ്രയാസം. വിവരം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ വളരെ അസ്വസ്ഥനാണ് ഈ വിഷയത്തിൽ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, യാ തൽഹ മാ അൻകർത മിൻ ദാലിക. തൽഹേ, നിനക്കതിൽ യാതൊരു അസ്വസ്ഥതയും വേണ്ട, ഒരസ്വസ്ഥതയും വേണ്ട. എന്താ കാരണം? ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹി മിൻ മുഅ്മിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ഒരാൾക്ക് ആയുർദൈർഘ്യം ലഭിച്ചു, സത്യവിശ്വാസിയായി ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിക്കുവാൻ ഒരാൾക്ക് അവസരം കിട്ടി, അവൻ്റെ ആയുർദൈർഘ്യം ഉപയോഗപ്പെടുത്താൻ. എങ്ങനെ? ലി തസ്ബീഹി വ തക്ബീരിഹി വ തഹ്ലീലിഹി. തസ്ബീഹ് നിർവഹിച്ചും തക്ബീർ നിർവഹിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയും ഒക്കെ അവൻ്റെ ജീവിതം അങ്ങനെ കടന്നുപോയി. ഒരു വർഷം. ആര്? ഈ സാധാരണഗതിയിൽ മരിച്ചാൾ. എന്നിട്ട് അള്ളാന്റെ ചോദ്യം, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. ഈ രണ്ട് ഷഹീദായ ആളുകൾ ഷഹീദായതിനു ശേഷം സാധാരണഗതിയിൽ മരിച്ച ആൾ ഒരു വർഷം കൂടി ഇവിടെ ജീവിച്ചില്ലേ? തൽഹക്ക് അത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല നഅം. തൽഹ പറഞ്ഞു, അതേ, നബിയെ ജീവിച്ചിട്ടുണ്ട്. വ അദ്റക റമളാൻ ഫസാമഹു. അദ്ദേഹത്തിന് ഒരു വർഷത്തെ റമളാൻ കിട്ടിയില്ലേ? എന്നിട്ട് നോമ്പ് അനുഷ്ഠിച്ചില്ലേ? ഖാല നഅം. അദ്ദേഹം പറഞ്ഞു, അതെ. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, വസല്ല കദ വകദ. അദ്ദേഹം ഇന്ന നമസ്കാരം ഇത്ര റക്അത്ത് കൃത്യമായി ഫർള് നിർവഹിച്ചില്ലേ ഒരു കൊല്ലം? വസജദതൻ ഫിസ്സന. ഒരു വർഷത്തോളം അദ്ദേഹം സുന്നത്ത് നിസ്കരിച്ചില്ലേ, ഫർള് നിസ്കരിച്ചില്ലേ? അപ്പോഴും തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ബലാ യാ റസൂലല്ലാഹ്, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം ഉണ്ടാവും ഈ ഷഹീദായ ആളും ഒരു കൊല്ലം പിന്നെയും ആയുർദൈർഘ്യം ഇവിടെ കിട്ടിയ ആൾ. ഇപ്പം എന്താ അതിന്റെ അർത്ഥം? ആയുസ് അള്ളാന്റെ തൃപ്തിക്കൊട്ട് ഉപയോഗിച്ചാൽ, അല്ലേ, അതിനെ അനാവശ്യമായി ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തും വിധം ആയുസ്സിനെ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് സ്വർഗത്തിൽ വലിയ മുൻഗണനയാണ്. അത് ലഭ്യമാകുന്ന മുഅ്മിനുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ സ്വർഗം മുഖാമുഖം കണ്ടുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. അള്ളാഹു കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന പ്രായമുള്ള ആളുകൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ ആരോഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ മാനസികമായ സംഘർഷാവസ്ഥ അള്ളാഹു കുറച്ചു കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ കർമ്മരേഖ വലതു കൈകൊണ്ട് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബസമേതം അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.